അപ്പൊ ഒന്ന് കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് വൈബാക്കാന്ന് വിചാരിക്കും. രാവിലെ തന്നെ ചെക്കന്മാരുണ്ട്, ഓർക്ക് മോൻ കാണിക്കാന്നാണെന്ന് പറയുന്നത്. ഇഞ്ചി മോൻ ആരാണ്ടത് ദുൽഖർ സൽമാനോ? സോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ഡോറ ആൻഡ് ബുച്ചി. ഡോറ നമ്മളെങ്ങോട്ടാ പോകുന്നത്? കോഴിക്കോട് ബീച്ചിലേക്ക്. ഏതാണ് ആദ്യം നമ്മൾ എവിടേക്ക് പോകണം? പെട്രോൾ പമ്പിലേക്ക്. എത്ര റുപ്പീസ് ഇടണം? ഓരോരുത്തർ 50 റുപ്പീസേ. എടാ എന്താണോ നമ്മള് പാവത്തെ കാണാറുണ്ടോ? പെട്രോൾ ചേടോ യൂട്യൂബിൽ കുറെ കിട്ടില്ല. എന്റെ അനിയന്റെ ഭർത്താവ് ഇങ്ങോട്ട് വരില്ല. അപ്പൊ ഞാൻ ഒന്നേ ഉണ്ടാവും. അതാ പറയാ, അല്ലടാ യൂട്യൂബിൽ പൈസ കിട്ടുന്നില്ലേ? ഇല്ല, നമ്മങ്ങനെ ചെലവ് ശരിയായ വൈബ. ഞാൻ മിക്കവാറും ഇങ്ങനെ കാണാച്ചാറൊക്കെ അങ്ങോട്ടൊക്കെയുള്ള കൂട്ടും കണ്ണടക്കായിട്ട് ശരിയായ വൈബ് ഇറങ്ങിയാലോ മച്ചാ. അപ്പൊ ഗൈസ്, ഈ ബീച്ചിൽ നിന്ന് കാണാം കുറെ ഇങ്ങനെ കൈയും പിടിച്ചിരിക്കലാവൂല. മൊണ്ണനോട് 100 വട്ടം പറഞ്ഞ ഈ വണ്ടിയായിട്ട് പണിക്ക് ഇറങ്ങരുത്. എടാ ഒന്നുമില്ലല്ലോ, നമ്മളൊരു കുടുംബമല്ലടോ. ഇല്ല ഗൈസ്, ഒന്നുമില്ല, ഒന്നും പറ്റില്ല. നമ്മള് ആ കല്യാൺ സിലിക്കിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വന്ന ആ ഡിസൈൻ നടക്കേണ്ടിട്ട് വന്ന, വേറെ ഒരു കുഴപ്പമില്ല. വണ്ടി കുടിയൊന്നല്ല, ഒരു പ്രശ്നമല്ല. കല്യാൺ സിലിക്കിൽ ആ ഡിസൈൻ നടക്കണ്ടേ, അതിന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഹെൽമെറ്റ് കഴിഞ്ഞാൽ ലുക്ക് കൂടും. ഈ വലിയ വർത്താൻ പറയണ കണ്ടി കാട്ടാക്ക്. അമ്മ ഞാൻ യമാനിനെ വിളിക്കേണ്ടി വരുമോ? അല്ലല്ല ചേട്ടാ, രണ്ട് എടാ അടുത്ത സിഗ്നലാടോ. ഇപ്പൊ പോയ നല്ല പണിക്കേടെ കയറാം, 900 കിട്ടും. എല്ലാ വല്ല നടക്കുവോ സാർ? ആടെ തൊട്ടിട്ട് കാര്യമില്ല, ആടെ സ്വിച്ച് ഒന്നും ഇല്ല. വണ്ടി കിക്കടിച്ച് ചാട്ടാക്കി. 100 വട്ടം പറഞ്ഞ 200 വട്ടം പറഞ്ഞ പോരല്ല. ആറക്സിനായിട്ട് എടുക്കൂല, കാരണം എന്താ വണ്ടി ചെയ്യുന്നു, ടയർ ചെയ്യുന്നു. ആ മൊണ്ണവേ ഇത് തന്നെ നമ്മളെ പറയില്ല. മുജീബ് ചേട്ടാ പ്രശ്നമാക്കാനില്ല, വണ്ടി കേടായതല്ല, ആ ഡിസൈനിൽ നിന്നതോ. അപ്പൊ ഗൈസ്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കല്യാൺ സിൽക്കിൽ ആ ഡിസൈൻ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയാണ്. വീട് തുറക്കുന്നതിന് നമ്മൾ ഇറങ്ങി. അപ്പം ഇന്നത്തെ ഫസ്റ്റ് പർച്ചേസ് നമ്മളായിരിക്കും. ഈ ഓവർ കാണിക്കണത്തോ, കാറെടുത്ത ടയർ തരുന്ന പറഞ്ഞ ടീമായി. എന്താണ് നമ്മളെ ക്യാമറമാൻ ബൈജു, സിജു. അപ്പോൾ ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മിനിമം ഒരു 30 രൂപ പെട്രോളിൽ നമ്മൾ വെക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാവും. വണ്ടി വായ്മ കിടക്കും. എടാ തീക്കറി ഞാൻ കയ്യിലൊന്ന് അടിച്ചു തരുമോ? തമാശല്ല, ഇങ്ങനെ വെറുതെ ഇരിക്കാണ്ടിരിക്കും, ദേഷ്യം പിടിക്കുന്നത്. ഏട്ടാ അന്തം വന്നല്ലോ. മോനെ 99 നമ്മളെണ്ണിക്കണ് 99. ബസ്സിന് പോവാ, ഞങ്ങൾ ബസ്സിന് വരും, നമ്മളവിടെ ഉണ്ടാവും. എടാ ഞാൻ അപ്പോഴാണ് ആറക്സ്. എടാ ഇവിടെ മതി, ഇവിടെ സേഫ്. ഇവിടെ ആകുമ്പോൾ നല്ല ആഡിസയിലൊക്കെ ഉണ്ട്. പക്ഷെ അതാണ് എൻ്റെ വണ്ടി എടുക്ക്. ഒന്നുണ്ട് ഇല്ല, നമ്മൾ ശ്രദ്ധിക്കണ കേട്ടോ. ചേതനെ പോലീസ് വരും, ലൈസൻസ് ഉണ്ടെന്ന് പറയണം. നേരാ കണക്കിന് കായ് വരും.
അത് ഏട്ടൻ ഇത് അനിയൻ, പക്ഷെ ഇത് നരി അത് എലി, അതാണ് പ്രത്യേകത. അല്ല അവിടെ നോ പാർക്കിംഗ് ഏരിയ. അങ്ങനെ ഒരു സെൽഫീസൊക്കെ കണ്ട മൂടാവൂല അനിയോ? ഒന്ന് ഓർഡറാണ്. രാവിലത്തെ ജോഗിങ്ങും ആയി, വണ്ടിയുള്ളതും ആയി, ഒക്കെ ആയി. എല്ലാ അറയിലെടുത്തേക്കാണ്ട് എവിടെ നിന്ന് അടിച്ചാ പോരെ? ഇതാണുള്ളത് പടച്ചോനെ. ഇവിടെ പ്രശ്നമാണ്. ഭായിമാര് വടി കയറ്റി വരുന്നുണ്ട്. അടി കുടുങ്ങുന്നുള്ള പടച്ചോനറിയാം. എടാ എൻ്റെ ഒരു ഹെൽമെറ്റ് ഒരു തൊപ്പി ഉണ്ടോ എപ്പോഴും എൻ്റെ അവിടെ ഏതോ ഒരു കാലം ആരാ കൊണ്ടുവച്ച്. ഈ എന്താണ് ഇപ്പൊ എങ്ങനെ ആയാല് മൊയ്തി ഞാൻ ചെറിയ സ്മാറ്ററിങ് എടുക്ക്. വെക്കാറോ മൊണ്ണെ ഫസ്റ്റ് ചാടി തിരിക്കണ്ടേ? ഇതൊക്കെ ഏതിലുള്ള പറഞ്ഞോണ്ട് തിരിച്ചല്ലോ ജാക്കിനെ എല്ലാ കാണാനായിട്ട് ഈ പറഞ്ഞ് എത്തുവോ? ഞാൻ പറഞ്ഞു രണ്ട് ഓപ്ഷൻ നമ്മളെ ഉണ്ട്. ഒന്ന് ഞാനും നമ്മള് മൂന്നാൾ ത്രിപുര അടിച്ച് ബീച്ചിൽ പോകും. പറയണേ നിങ്ങൾ ബസ് അങ്ങോട്ട് ഞാൻ നിന്നാണ് തിരിക്കാൻ. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒപ്പരം ബസ് കയറി ബീച്ചിൽ പോകും. നമ്മൾ ബസ് കയറിയിട്ട് എവിടെ ഇറങ്ങണം? നാട് കഴിഞ്ഞോടി അങ്ങോട്ട് വീട്ടിൽ പോവാ. ആദ്യം തരണോ? മെക്കാനിക് എത്തിയിട്ടുണ്ട്. ഇതാ ടൂള് കിട്ടി. ഇനി ഒരു പേടിയും പേടിക്കാനില്ല. ഇടല്ലേ എല്ലാടും ഇപ്പൊ നമ്മള് വേണ്ടേ? തിന്നലി ചോറല്ല തിന്നലി ഈ മൂന്ന് ഇന്ത്യ അല്ലടാ 50 പെട്രോൾ വാങ്ങിയോ? വണ്ടി ലേശം പെട്രോൾ അടിച്ച് വെക്കുക ആകൂല്ല. എന്നാലോ അവിടെ കുറേ നല്ല വണ്ടി ഉണ്ട്. ആക്റ്റീവ് ഉണ്ട്, പൾസർ ഉണ്ട്. എന്നാലോ ചത്ത വണ്ടി എടുക്കുള്ളൂ. അന്ന് ഞങ്ങൾ എടുക്കണ നമ്മൾ ശരിയായ വൈബിട്ട വണ്ടിയാണ് എടുക്കണേ. ഏടാ വണ്ടി എടുക്കണേ എന്തായാലും അല്ലേ? ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല. അത് ചെറിയുണ്ടാക്കണ്ട നമുക്ക്. എന്തിനാണ് കൊന്നിട്ട് ഇയാളും നമ്മളെ പോലെ പറയാം സംസല്ലേ. വണ്ടി വീട്ടിലെത്തിച്ച് ബാക്കി അപ്പം പറഞ്ഞ കേട്ടോ. ആ കത്രേ ഉള്ളു. കേക്കണ്ടോല് കേട്ടിണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഏടാ ചായപ്പൊടി ഒന്നും ഉറങ്ങിയില്ല. അവിടെ ചായപ്പൊടി ഉറങ്ങിയില്ല. ഈ ആയി തരുമോ? എന്നാ വാ.
കിക്കർ അടിക്കാനോട്ട് അറിയില്ല മോണ്ണെ. ഇന്ത്യ പോലെ പോകല്ലേ പോകല്ലേ പോകല്ലേ. എടാ ഒന്ന് 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 നോക്കി ഒന്ന് ശ്രദ്ധിക്കാൻ പോനെ ബാബൂയ്. എടാ വണ്ടിക്ക് വേനാവും, ഇത്ര സ്പീഡിൽ അടിക്കണം, വണ്ടിക്ക് വേനാവും പ്ലീസ്. എന്തിനാ മുന്നേ വണ്ടിക്ക് വേനാവൂലേ? എല്ലാരും പേടിക്കണ്ട, ഞങ്ങൾ അനാഥരല്ല. ഇനി ചാവടി തീരുമാനിക്കാൻ കഴിച്ചു ആവില്ലേ കൈ ഇത് ഷാർട്ടാവും അമ്മീനെ. അമീന് മുനീപ്പ് പാട്ടിയായി. എങ്ങനെ എന്താ വണ്ടി ഇവിടെ എത്തിക്കാൻ അറിയില്ലേ? വീട്ടിലെത്തിക്കും എന്നിട്ട് വേട്ടാ പോണേ, വണ്ടി വീട്ടിൽ എത്തിക്കണോ? കള്ള കളിതാ. നീ രാജി അമ്പലത്തിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചു മുനീപ്പേ. മുനീപ്പേ ഒരു വേഗം പാലിരിച്ചു നോക്ക്. എന്താണ് ചേച്ചിനെ പോരോ ഒറ്റ വന്നാ പോരെ? ഒറ്റക്ക് നിന്നാണ് നായി എണ്ണൊക്കെ ഉണ്ടല്ലോ, ഒന്നാടോ തീർന്നി എല്ലാം കണ്ട്. രാവിലത്തെ ലേസ് ഉണ്ടാ വള്ളക്ക് സീന. ഇന്ന രാവിലത്തെ ലേസ് ഒക്കെ തന്നെ ഈ എവിടുത്താനാ? അമ്മ രാവിലെ ഉച്ചൊന്നുമില്ലാന്ന് കൈ കിട്ടിയൊക്കെ എടുത്തൊന്നുമില്ലേ ഗൈസ്. അപ്പം നമ്മളെ വണ്ടി കുടുങ്ങി, നമ്മളെ ബീച്ച് പോക്ക് അടപടലം മൂഞ്ചിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടി കൊടുക്കണ വീഡിയോ നമ്മൾ ഇങ്ങനെ വൈബാക്കി വെച്ചില്ല. എന്താ വെച്ചാൽ എല്ലാം മുന്നിൽ വണ്ടി വീട്ടിലെത്തില്ല. എന്തായിരുന്നു ഏതെങ്കിലും ഞാൻ റോഡിലേക്ക് കയറിയാണോ? അമ്മീ പറഞ്ഞ് കയറ്റം കഴിക്കുന്ന സീല്ല, ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് പോകും. നീ പറഞ്ഞ് ഈ ഒരു കയറ്റം കയറിയ റോഡിലെടുത്ത് തരികയാണ്. ഏതാ വൈബിസ്യ. നമ്മുടെ നാട് കാണൽ. ഏതാണ് നാട് കാണൽ ചടങ്ങ്? നാട് കാണൽ ചടങ്ങ്